വിനോദേട്ടാ ഈ വർഷമെങ്കിലും ന്യൂ ഇയറിനൊന്ന് ഉണർന്നിരിക്കണേ. എല്ലാ വർഷവും ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നത് ന്യൂ ഇയർ. ഈ വർഷമെങ്കിലും വിനോദേട്ടൻ ഒന്ന് ഉണർന്നിരിക്കണേ. എപ്പോഴും ഇരിക്കാം, പുതിയ വർഷം നമ്മൾ രണ്ടുപേരോട് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയും. പക്ഷെ 10-11 ആവുമ്പോഴത്തെ ചേട്ടൻ ഉറങ്ങി പോവല്ലോ. ഞാൻ എല്ലാ വർഷവും എല്ലാരെയും വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്ത് പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. അതെനിക്കറിയാം. 6 മണിയാവുമ്പോഴേ, സന്ധ്യക്ക് 6 മണിയാവുമ്പോഴേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ മെസ്സേജ് ഇടും. നാട്ടിലാണെങ്കിൽ ഒരു 7 നാട്ടിലുള്ളവരെ അമ്മയെ, അച്ഛനെ, അപ്പൂപ്പനെ, അമ്മൂമ്മയും കൂട്ടുകാരെ 7 മാക്സിമം പോയ 8 മണിക്ക് മുമ്പ് എല്ലാവർക്കും വിളിച്ച് സർവരും പരാതി പറയത്തില്ല, എല്ലാരും വിളിച്ച് വിഷസ് പറയും. പിന്നെ ന്യൂ ഇയർ ആയതിനു ശേഷമല്ലേ ന്യൂ ഇയർ വിഷസ് പറയണ്ടേ? ന്യൂ ഇയർ ആകുന്നവരെ ചിലപ്പോ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ വീട്ടിൽ വിളിക്കുമ്പോ എല്ലാരും എന്നോട് ഞാനല്ലേ തീരുന്ന പോലെ എനിക്ക് തോന്നുന്നു സമയം അങ്ങോട്ട് അടുക്കും തോറും. എല്ലാ പ്രാവശ്യം എന്തായത് ഇങ്ങനെ ഒന്ന് ആലോചിക്കണ്ടേ? ചേട്ടൻ കൺട്രോൾ ചെയ്തൂടെ? ഞാൻ ഫുൾ കൺട്രോളിലല്ലേ? അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞേ. എനിക്ക് ഈ വർഷമെങ്കിലും ഉണ്ടല്ലോ 12 മണിയാവുന്നവരെ പിടിച്ചു നിൽക്കണം. നിൽക്കും കുറെ 10 മണിയാവുമ്പോൾ ഇപ്പോഴേ ഒരു ആ ചീഞ്ഞ മണം തുടങ്ങിയത്. അവിടെ നാട്ടിൽ വിളിക്കുമ്പോ ആൾക്കാർ പറയാം, വിനോദ് 6-7 മണിയാകുമ്പോ വിളിച്ചു പറഞ്ഞല്ലോ മോളെ ഹാപ്പി ന്യൂ ഇയർ. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. സങ്കടം അല്ലേ? ആ സങ്കടം, അതായത് നമുക്ക് തോന്നുകയെ ഇനി